ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ടുഡേ ഈസ് അനദർ ട്രാവൽ വ്ലോഗ്. വി ആർ ഓഫ് ടു ഗ്ലോബൽ വില്ലേജ് ദുബായ്. ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ഇപ്പോൾ ആക്ച്വലി നാഷണൽ ഡേ ഈസ് അബൌട്ട് ടു എൻഡ്. സോ അതിൻ്റെ കുറച്ച് എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നവിടെ. ആൻഡ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സോ നമ്മളവിടെ എന്താ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. So Global Village is like a place where we can find so much countries pavilions. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺട്രീസിൻ്റെ ലൈക്ക് കൾച്ചേഴ്സ് ട്രഡീഷൻസ് എല്ലാം അവർ ഷോക്കേസ് ചെയ്തിട്ട് അവരുടെ ആയിട്ടുള്ള പാവലിയൻസ് എല്ലാം ഓരോ ഇതിൽ ഉണ്ടാക്കി അങ്ങനെ കുറേ സംഭവങ്ങളാണ് ലൈക്ക് വാട്ട് ഐ ഹാവ് ഹേർഡ് സോ ഫാർ. സോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. സോ വിൽ സീ ആൻഡ് എക്സ്പ്ലോർ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. ഞങ്ങൾക്ക് ആക്ച്വലി പെർ പേഴ്സൺ 27 ദിർഹംസിനായിരുന്നു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഹായ് ഗൈസ്, സോ ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജ് ദുബായിലാണ് നിൽക്കുന്നത്. ഇത് നാഷണൽ ഡേ സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പോയി നോക്കാം എന്തൊക്കെയാണ് പവലിയൻസ് ഉണ്ടെന്നാണ് പറഞ്ഞ ഓരോ കൺട്രീനെയും റെപ്രസെൻ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. സോ ഇവിടെ നമുക്ക് ഓരോ പവലിയൻസും ഓരോ കൺട്രീസിൻ്റെയും കാണാൻ പറ്റും. പിന്നെ അട്രാക്ഷൻസും ലാൻഡ്മാർക്സും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. സോ കാണാൻ പറ്റുന്നതെല്ലാം നമുക്ക് പോയി നോക്കാം. കുറേ ഫുഡ് സ്പോട്ട്സും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കുറേ വൈറൽ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ, ട്രെൻഡിങ് ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതെല്ലാം കാണുകയാണെങ്കിൽ നോക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുന്ന് നടന്ന് പോയപ്പോഴത്തേക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഏരിയ കണ്ടു. ചുറ്റാകെ ഫുൾ വെള്ളമാണ്. അപ്പോൾ ഇതൊരു ബ്രിഡ്ജ് പോലെ, ഒരു പാസേജ് പോലെ. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. മെജോറിറ്റിയും കുറേ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട്. നമ്മളന്ന് മലേഷ്യയിൽ പോയപ്പോൾ സ്ട്രീറ്റിൽ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇത് കണ്ടപ്പോൾ. അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട്. ഈവനിങ് ടൈമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല തിരക്കും ഉണ്ട്. പിന്നെ നാഷണൽ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല നാഷണൽസും ഒരുപാട് എല്ലാ കൺട്രീസിൻ്റെയും പവലിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് ഓരോന്നും ഒരുപാട് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ സംഭവങ്ങൾ, ഫുഡ് അങ്ങനെ കുറേയൊക്കെ കാണാൻ പറ്റി. സീ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ. മാംഗോന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബക്ലാവ ഈസ് ലൈക്ക് മോർ ഇൻ ടു അറബിക് സ്വീറ്റ്സ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. UAE പൊതുവേ മിക്ക ഷോപ്സിലും അറബിക് സ്വീറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. എന്തോ വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ പവലിയൻസിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഈജിപ്റ്റ് പവലിയൻ. ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Guys, I have many friends from Egypt. So first pavilion Egypt like I carried, and like Egypt na represent ചെയ്യാൻ as a token of memory we bought this one. This is something they said like the king of Egypt എന്ന്. നമുക്കിത് നമ്മുടെ മെമ്മറി ആയിട്ട് ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം.
ആൻഡ് ദെൻ എന്തോ പ്രിസർവ്ഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സും സംഭവങ്ങളും എല്ലാം പാക്ഡ് ആയിട്ട് കണ്ടു. ഇതെന്തോ ടർക്കിഷ് ഐസ്ക്രീം അല്ലേ, അതാണ്. അപ്പം അതിൻ്റെയും കുറേ സ്റ്റോൾസ് ഉണ്ട്. പിന്നെ കുറേ ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ടു പാകിസ്ഥാൻ പവലിയൻ. എല്ലായിടത്തും എനിക്ക് കോമൺ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന അവരുടെ ക്ലോത്തിങ് സ്റ്റൈൽസ് ആയിരുന്നു. ക്ലോത്തിങ് സ്റ്റൈൽസ് റെപ്രസെൻറ്റ് ചെയ്ത് കുറേ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഈസ് UAE പവലിയൻ. അപ്പം ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ഇവിടെ വരാനായിരുന്നു. ഇവരുടെ ഫേമസ് അറബിക് സ്വീറ്റ് ഉണ്ട്, അറബിക് സ്വീറ്റ് ഡംപ്ലിംഗ് അങ്ങനെ പറയാം ഇതിന്. ആൻഡ് ഇറ്റ് വിൽ ബി ഡ്രിസിൽഡ് വിത്ത് സെസീം സീഡ്സ് ആൻഡ് ഡേറ്റ് സിറപ്പ്. അത് ഭയങ്കര ഫേമസ് ആണ്. ഈ ഒരു ബോക്സിന് ലൈക്ക് ഇറ്റ് വാസ് 35 dirhams ആൻഡ് അതിൽ പിസ്താഷ്യോ സോസും ചോക്ലേറ്റ് സോസും ഡേറ്റ് സിറപ്പും നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ബേർഡ് ഓഫ് UAE ഫാൽക്കൺ. ദർ വാസ് എ ഡേഞ്ചർ സോൺ ഏരിയ. സ്റ്റണ്ട് ഷോ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതിന് എൻട്രി ടിക്കറ്റ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ കയറാനുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കര ഫീൽ കിട്ടും. ഇറ്റ് വാസ് സോ നൈസ്. ഈ ഒരു ഏരിയ അടിപൊളിയായിരുന്നു. പല കളറിൽ വിത്ത് ദാറ്റ് വാട്ടർ പോപ്പപ്സ്. അതിൽ കുട്ടികളിങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്യണം. ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് എനിക്ക് ഇവിടെ വന്ന് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ പവലിയൻസിൽ ഇങ്ങനെ കയറി എല്ലാവർക്കും കണ്ട് നടന്നു. അങ്ങനെ വന്നപ്പോൾ ലൈക്ക് ഞാൻ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ലൈക്ക് ഹ്യൂമൻസിനെ പോലെ റെസംബിൾ ചെയ്യുന്ന ഡോൾസ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ കണ്ടു. ആൻഡ് ദെൻ ടു ദ മോസ്റ്റ് ട്രെൻഡിങ് കൊറിയൻ പവലിയൻ. കൊറിയൻ പവലിയൻ്റെ ഉള്ളിൽ കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സും അങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ടു ദ ഇന്ത്യൻ പവലിയൻ. അപ്പോൾ ഇന്ത്യൻ പവലിയൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ക്യൂസൈനൊക്കെ. സോ കുറേ ടൈപ്സ് ഓഫ് ട്രഡീഷണൽ ഡ്രസ്സസും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ ഓർണമെന്റ്സും കാര്യങ്ങളും. നല്ല റേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ പെർഫ്യൂംസ് ഷോപ്സും ഡ്രസ് ഷോപ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമുക്കിതേ നമ്മുടെ പാനിപൂരി സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഡിഷസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഓഫ് ഓൾ ടൈപ്സ് അതും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ലൈക്ക് ഷോ പീസസ് ആൻഡ് അങ്ങനത്തെ കുറേ പോട്രി ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് നല്ല വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറേ ഏതൊക്കെയോ പവലിയൻസിൽ കയറി. ആൻഡ് ദെൻ ദിസ് വാസ് ജോർദാൻ ആൻഡ് ദിസ് വാസ് ഇറാഖ്. ആൻഡ് അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് നമുക്ക് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ. അപ്പോൾ അത് So guys, that's all for today. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് ഫോർ മോർ വീഡിയോസ്.
guys, enable the bell icon to get the notifications for new videos. Thank you so much. Thank you for watching. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.